പശ്ചിമേഷ്യൻ യുദ്ധത്തിൽ പ്രധാന പങ്കുവഹിച്ച അമേരിക്കയുടെ കണ്ണ് ഗാസയിലാണെന്ന് തിരിച്ചറിഞ്ഞതോടെയാണ് ഹമാസ് ബന്ദിമോചനത്തിൽ മെല്ലെപ്പോക്ക് തുടങ്ങിയത്. ഇത് ശരിക്കും ഇസ്രായേലിനെ പ്രകോപിപ്പിച്ചിരിക്കുകയാണ്. ബന്ദികളെ മോചിപ്പിക്കുന്നതിൽ മെല്ലെപ്പോക്ക് വരുത്തിയാൽ വീണ്ടും യുദ്ധം ആരംഭിക്കുമെന്ന പ്രഖ്യാപനവും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇപ്പോൾ നടത്തിക്കഴിഞ്ഞു. ഇതിന് പൂർണ്ണ പിന്തുണയോടെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും എത്തിയിട്ടുണ്ട്. ട്രംപിന്റെ പ്രധാന ഉദ്ദേശം ലോകരാജ്യങ്ങളെ വരുതിയിലാക്കുക എന്നതാണ്. പ്രസിഡന്റായി അധികാരമേറ്റ ട്രംപിന്റെ രാഷ്ട്രീയ നിലപാട് വ്യക്തമാക്കുന്നതായിരുന്നു ശരിക്കും ഓരോ ഉത്തരവുകളും പ്രഖ്യാപനങ്ങളും. കുടിയേറ്റക്കാരെ പൂർണ്ണമായും ഒഴിപ്പിക്കുന്നതിലൂടെ വിവാദ ഉത്തരവുകളിൽ ഒപ്പിട്ടും പശ്ചിമേഷ്യൻ യുദ്ധത്തിൽ നേരിട്ടിടപെട്ടുമൊക്കെ ട്രംപ് മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയം യഥാർത്ഥത്തിൽ ഭയത്തിൻ്റെതാണ്. അമേരിക്ക എന്ന വൻ ശക്തിയെ ലോകരാജ്യങ്ങൾ ഭയക്കണമെന്ന സന്ദേശമാണ് ശരിക്കും പ്രചരിപ്പിക്കുന്നത്. അതിന് പറ്റിയ ഇടമാണ് പാലസ്തീൻ എന്ന് കണ്ടാണ് ട്രംപ് ഇസ്രായേൽ പ്രധാനമന്ത്രിയെ കൊണ്ട് ആയുധമെടുപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നത്. ഇസ്രായേലിനെ കൊണ്ട് ഗാസ ചുട്ടെരിച്ച് ജനങ്ങളെ പലായനം ചെയ്യിപ്പിച്ച് ഹമാസിനെ ഇല്ലാതാക്കി ഗാസയെ സ്വന്തമാക്കുക. ഇതാണ് അമേരിക്കയുടെ പ്രധാന ലക്ഷ്യം. ആരും ഗാസയുടെ പേരിൽ അവകാശം ഒരിക്കലും ചോദിക്കരുത്. ഈ മേഖലയിൽ സമാധാനം ഉറപ്പിക്കാൻ അമേരിക്ക ബാധ്യസ്ഥരാണെന്നും വരുത്തി തീർക്കാനുള്ള നടപടിയാണ് ട്രംപ് നടത്തുന്നത്. അമേരിക്കയുടെ അത്യാധുനിക വെപ്പണാണ് ഇസ്രായേൽ ശരിക്കും. പശ്ചിമേഷ്യയിൽ അമേരിക്കയുടെ പൂർണ്ണാധിപത്യം എന്നതാണ് പ്രധാനമായും ലക്ഷ്യം വെക്കുന്നത്. ഇതിന്റെ ഭാഗമായാണ് നെതന്യാഹുവും ഡൊണാൾഡ് ട്രംപും തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയതും സംയുക്ത പ്രഖ്യാപനം നടത്തിയതെന്നും പറയാം. ഇസ്രായേലിന് യുദ്ധത്തിനുള്ള പൂർണ്ണ പിന്തുണ നൽകിക്കൊണ്ട് ഗാസയെ പകരം ചോദിക്കുന്ന അടവായിരുന്നു ട്രംപ് പയറ്റിയത്. എന്നാൽ യുദ്ധത്തിൽ വിജയിക്കുകയും മുസ്ലിം തീവ്രവാദത്തെ നശിപ്പിക്കുകയും ചെയ്യുക എന്നതിനപ്പുറത്തേക്ക് അധിനിവേശം ഇസ്രായേലിന്റെ ചിന്തയിൽ ഇല്ലാത്തതാണ് ശരിക്കും. അതിനാൽ അമേരിക്കയ്ക്ക് കൂടുതൽ എളുപ്പമായിരിക്കുകയാണ്. ഈ ഉടമ്പടി നെതന്യാഹുവും ട്രംപും തമ്മിൽ ഒപ്പിട്ടതോടെ ഹമാസും ഇസ്രായേലും തമ്മിൽ ഒപ്പിട്ട വെടിനിർത്തൽ കരാർ നിർജീവമായി. പേരിന് മാത്രമുള്ള ഉടമ്പടിയാണിപ്പോൾ നിലനിൽക്കുന്നത്. എപ്പോൾ വേണമെങ്കിലും ഇസ്രായേൽ സൈന്യവും ഹമാസും തമ്മിൽ വെടിപൊട്ടാൻ സാധ്യതയുമുണ്ട്. ഇവിടെ ഒരു കാര്യം ഉറപ്പായി കഴിഞ്ഞു. ഹമാസ് ബന്ദികളാക്കിയവരെ മോചിപ്പിക്കപ്പെടുകയെന്നതിനേക്കാൾ പ്രധാനം ഗാസയെ ഒഴിപ്പിച്ച് അമേരിക്കയ്ക്ക് കാഴ്ചവെക്കുക എന്നതാണെന്ന്. ഇതിനായിട്ടാണ് ഇനി ഇസ്രായേൽ ഹമാസുമായി പോരാടാൻ പോകുന്നത്. ഇതോടെ പശ്ചിമേഷ്യ വീണ്ടും സംഘർഷത്തിലേക്ക് പോകാനുള്ള എല്ലാ നീക്കവും തുടങ്ങിയിട്ടുണ്ട്. ശനിയാഴ്ച ഉച്ചയ്ക്ക് മുമ്പ് ബന്ദികളെ കൈമാറിയില്ലെങ്കിൽ വീണ്ടും യുദ്ധത്തിലേക്ക് നീങ്ങുമെന്ന മുന്നറിയിപ്പ് നൽകി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു രംഗത്തെത്തി. ബന്ദി കൈമാറ്റം നീട്ടിവെച്ചാൽ ആക്രമണം ആരംഭിക്കുമെന്നും ഹമാസിനെ ഇല്ലാതാക്കും വരെ അത് തുടരുമെന്നും നെതന്യാഹു എക്സിലൂടെ മുന്നറിയിപ്പ് നൽകി. 9 പേരെ വിട്ടയക്കണമെന്നാണ് ഇസ്രായേൽ ഉയർത്തിയ ആവശ്യം. എല്ലാ ബന്ദികളെയും ശനിയാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്ക് മുമ്പ് വിട്ടയച്ചില്ലെങ്കിൽ ഹമാസിനെ വെറുതെ വിടില്ലെന്ന് കഴിഞ്ഞ ദിവസം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും മുന്നറിയിപ്പ് നൽകിയിരുന്നു. കഴിഞ്ഞ ദിവസം ഹമാസ് മോചിപ്പിച്ച ഇസ്രായേൽ ബന്ദികളുടെ ദൃശ്യം ഞെട്ടിപ്പിക്കുന്നതാണെന്ന് അദ്ദേഹം പറയുകയും ചെയ്തു. അടുത്ത ശനിയാഴ്ച 3 പേരെയും തുടർന്നുള്ള ദിവസങ്ങളിൽ 9 പേരെയും വിട്ടയക്കണമെന്നതാണ് ആദ്യം നെതന്യാഹു ഉയർത്തിയ ആവശ്യം. പിന്നീട് എല്ലാ ബന്ദികളെയും വിട്ടയക്കണമെന്ന് ഇസ്രായേലും ആവശ്യപ്പെട്ടു. തുടർന്ന് ഇസ്രായേലുകാരായ ബന്ദികളെ മോചിപ്പിക്കുന്നത് ഹമാസ് നിർത്തിവെക്കുകയും ചെയ്തു. ഇസ്രായേൽ വെടിനിർത്തൽ കരാർ ലംഘിച്ചുവെന്ന് ആരോപിച്ചായിരുന്നു ഹമാസ് ഈ നടപടി കൈക്കൊണ്ടത്. നിലവിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാതെ ബന്ദി കൈമാറ്റത്തിനില്ലെന്നാണ് ഹമാസ് എടുത്ത നിലപാട്.